നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ നമുക്കറിയാം നമ്മൾ ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്നത് ഡാർട്ട് പ്രോഗ്രാമിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർട്ട് പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഡാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. സോ നമുക്കിവിടെ dart.dev എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് ഡാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ നമുക്ക് ഡാർട്ടിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. സോ അതുപോലെ നമ്മൾ ഓൾറെഡി ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ ഡാർട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡാർട്ട് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഈ ട്രൈ ഡാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ നമുക്ക് ഓൺലൈനായി നമുക്ക് നമ്മുടെ ഡാർട്ട് പ്രോഗ്രാം നമുക്കിതിൽ റൺ ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി ഒരു സിമ്പിൾ പ്രോഗ്രാമാണിത്. ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, സോ നമ്മളിവിടെ കോഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെയും ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് വെബിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണമെന്ന് മാത്രം. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡ് നമ്മൾ ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. സോ ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു വെൽക്കം വിൻഡോ. സോ നമുക്കത് ക്ലോസ് ചെയ്യാം. നമ്മളിവിടെ എക്സ്പ്ലോററിൽ വരിക. ഈ ഓപ്പൺ ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ കോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഡാർട്ട് ട്യൂട്ടോറിയൽ. ശേഷം ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സെലക്ട് ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് വരുന്നതായിരിക്കും. നമുക്കത് ക്ലോസ് ചെയ്യാം. നമ്മൾ ഇവിടെ ഈ ഒരു ഫോൾഡറിൽ ഇപ്പോൾ നമ്മളുള്ളത്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാർട്ട് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ നമ്മളതിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ main.dart എന്ന് കൊടുക്കുന്നു. .dart എന്ന് പറയുന്നത് ഡാർട്ട് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ നമ്മൾ ഏതൊരു പേരാണോ കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ .dart കൊടുക്കേണ്ടതുണ്ട്. ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ വിൻഡോ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിനി നമ്മുടെ സ്ലൈഡ് ഓപ്പൺ ചെയ്യാം. സോ ഡാർട്ടിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. സോ നമുക്കറിയാം ഫ്ലട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിളാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഗൂഗിളാണ്. അതുപോലെ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന രീതി എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു C ലൈക്ക് സിൻടാക്സ് ആണ്. സോ C ലൈക്ക് സിൻടാക്സ് ഉള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് വളരെ ഈസിയായി പഠിച്ചെടുക്കാൻ സാധിക്കും. സോ C ലൈക്ക് സിൻടാക്സ് ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് C പ്രോഗ്രാം, അതുപോലെ C++, C#, അതുപോലെ JavaScript, ജാവ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ഡാർട്ടും നിങ്ങൾക്ക് വളരെ ഈസിയായി പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഇത് ഈ ഒരു രീതിയിലാണ്. സോ നമുക്കൊരു മെയിൻ മെത്തേഡ് ഉണ്ടായിരിക്കും. സിയിലൊക്കെ പഠിച്ച സംഭവം തന്നെയാണ്. സോ നമ്മൾ വോയിഡ് മെയിൻ മെത്തേഡ്, അതിനുള്ളിൽ ഒരു കർലി ബ്രാക്കറ്റ്, അതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ കോഡ് എഴുതുന്നത്. സോ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രിൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഹലോ വേൾഡ് എന്ന് നമ്മുടെ ടെർമിനലിൽ പ്രിൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. സോ നമ്മൾ വോയിഡ് മെയിൻ, അതിനുശേഷം കർലി ബ്രാക്കറ്റ്, അതിനുശേഷം പ്രിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ്, അതിനുശേഷം നമ്മൾ ഹലോ വേൾഡ് എന്ന് ഇതുപോലെ കൊടുക്കുന്നു, സ്ട്രിങ് ആയി കൊടുക്കുന്നു. സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോ നമ്മൾ കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം വോയിഡ് റിട്ടേൺ ടൈപ്പ്, ഓക്കെ, വോയിഡ്, അതിനുശേഷം നമ്മൾ മെയിൻ മെത്തേഡ് ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ C പ്രോഗ്രാമിംഗ് ചെയ്ത അതുപോലെ തന്നെ ആണ് ഇതിലും ചെയ്യുന്നത്. ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. സോ പ്രിൻറ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ടെർമിനലിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മൾ പ്രിൻറ്റ് എന്ന മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു, ഹലോ വേൾഡ്. അതിനുശേഷം സെമി കോളൻ കൊടുക്കാൻ മറക്കരുത്. നമ്മൾ സെമി കോളൻ ഇതുപോലെ കൊടുക്കുക, സേവ് ചെയ്യാം. സോ ഇത് നമ്മൾ ഇനി റൺ ചെയ്യുന്നത് നമ്മൾ ടെർമിനലിൽ പോവുക, ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മളിവിടെ ഡാർട്ട് എന്ന് കൊടുക്കുക, ഡാർട്ട്. അതിനുശേഷം നമ്മുടെ ഫയൽ നെയിം main.dart എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് തൽക്കാലം ഇതിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂവ് പാനൽ റൈറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ, നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. സോ നമുക്ക് ഇവിടെ ഈ സംഭവം നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മളിവിടെ main.dart എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഉദാഹരണമായി നമുക്കിനി
ഒരു വേരിയബിൾ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. സോ നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്ന വേരിയബിൾ, സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആണ്. സോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന വാല്യൂ ഒരു ടെക്സ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്ട്രിംഗ്, നമ്മുടെ വേരിയബിൾ നെയിം, സോ നമ്മളിവിടെ ജോൺ എന്ന് കൊടുക്കാം. അതുപോലെ മറ്റൊരു വേരിയബിൾ നമ്മൾ ഇൻറ്റിജർ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻറ്റ് ഏജ് നമ്മൾ ഒരു 30 കൊടുക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ഈ ഭാഗത്ത് വന്നതിന് ശേഷം നമ്മൾ നെയിം എന്ന് കൊടുക്കുന്നു. അതുപോലെ താഴെ നമ്മൾ മറ്റൊരു പ്രിൻറ്റ് മെത്തേഡ് കൊടുക്കുന്നു. അതിനുള്ളിൽ നമ്മൾ ഏജ് എന്ന് കൊടുക്കുന്നു. സോ നമുക്കിനി ഈ 30യും അതുപോലെ ഈ ജോണും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വേരിയബിൾ നെയിം ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി സിയിലൊക്കെ പഠിച്ച കാര്യമാണ്. ശേഷം സേവ് ചെയ്യുന്നു. ഇവിടെ വന്ന് നമ്മളത് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോൺ എന്നും അതുപോലെ 30 എന്നും ലഭിക്കുന്നു. സോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തൽക്കാലം ഈ ഒരു രീതിയിൽ വരാം. സോ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മൈ നെയിം ഈസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു $സൈൻ കൊടുക്കുക, ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കുക. സോ ഈ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ നമ്മുടെ ആദ്യത്തെ വേരിയബിൾ നെയിം, അതുപോലെ കോമ കൊടുത്ത ശേഷം ഏജ് ഈസ് സെയിം നമ്മൾ ഇവിടെയും കൊടുക്കുക, ഒരു $സൈൻ, അതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഏജ് വേരിയബിൾ നെയിം കൊടുക്കുക. ശേഷം നമ്മൾ സെമികോളൻ കൊടുക്കാം, സേവ് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ നെയിം ഈസ് ജോൺ, ഏജ് ഈസ് 30 എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്.